ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് റിവിലേക്ക് അവർക്ക് സ്വാഗതം. അനീഷിന്റെ നാവ് ശല്യമായോ? രേണുസുതിയൊക്കെ എന്തിനു പോയി? കൂടുതലായും ചാനൽ ഒന്ന് ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം. കോമൺ ആയി വന്ന അനീഷ് അവിടെ ബിഗ് ബോസിൽ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ചിലപ്പോഴുള്ള നാക്കുകൾ, സംസാര രീതികൾ നമുക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് ഉള്ളവർക്ക് ഇറിറ്റേറ്റ് ആകാൻ സാധിക്കും. എനിക്ക് ഇടയ്ക്ക് ലൈവ് കാണുമ്പോൾ നമുക്ക് ചിലപ്പം ഇതൊന്ന് മ്യൂട്ടാക്കി വെക്കാൻ, ഈ സൗണ്ട് അത്ര ഇതാണ്. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും, നമുക്ക് തന്നെ തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്, അനീഷിന്റെ നാവ്. പിന്നെ മറ്റു മത്സരാർത്ഥികളെയൊക്കെ മനത്തേടിക്കുക എന്ന് വെച്ചാൽ നാവ് കൊണ്ട് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്തുടരും. മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ തളർത്തുക എന്ന സ്റ്റൈലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. ആ ഒരു രീതി അങ്ങനെ കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവരുടെ സ്വഭാവമൊക്കെ പുറത്ത് വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ അനീഷ് അവിടെ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അനീഷിൻ്റെ ചിലപ്പോൾ നാവ് അത് ചിലപ്പോൾ എന്നുവെച്ചാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ചില നേരത്ത് സത്യം പറഞ്ഞാൽ നല്ല ഇറിറ്റേറ്റ് പോകും. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, പക്ഷേ നമ്മൾ ലൈവ് കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കേ അറിയാൻ പറ്റും അനീഷ് അവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളിപ്പം പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ ആണെങ്കിലും അവരൊക്കെ ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത ഇത് പറഞ്ഞു. ഇത് കുറേ നേരത്തേക്ക് അത് തന്നെ 1 മണിക്കൂറുള്ളത് തന്നെയാണ് കണ്ടിന്യൂ അടി. റോബോട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ രീതിയാണ് അനീഷ് പിന്തുടരുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു, രേണുസുതി എന്തിനു വന്നു? ഒരുപക്ഷെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വ്യക്തിയാണ് രേണുസുതി. പക്ഷേ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. എന്തായാലും അവർ പറയുന്നുണ്ട്, ബിഗ് ബോസിന് എനിക്ക് പുറത്താണ്, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ തന്നെ നേരിട്ട് പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ. അപ്പം ഞാനിവിടെ പറയുന്നത് വേറൊന്നുമല്ല, രേണുസുതി ഗെയിം എന്താണെന്ന് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്ങേർക്ക് ചിലതൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. പക്ഷേ ഈ വയ്യാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ കുറച്ച് ഒതുങ്ങി അങ്ങ് നിൽക്കും. നമ്മൾ ആ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഇതൊന്നും പുള്ളിക്കാരിക്ക് ഇപ്പം ഇല്ല. അവിടെ പുള്ളിക്കാരി അവിടെ എവിടെയെങ്കിലും ചുരുട്ടി കൂടുന്ന ഒരു സംഭവമായിട്ടാണ് അവിടെ തോന്നുന്നത്. പിന്നെ ഈ രേണുസുതിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ രേണുസുതി എങ്ങനെ ഗെയിം കളിക്കണമെന്ന് പുള്ളിക്കാരിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അനീഷ് അതല്ല, അനീഷ് നന്നായിട്ട് ഗെയിം പഠിച്ച് കരച്ച് കുടിച്ച് വന്ന മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഗെയിം കളിക്കുക, എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തണം എന്നൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പുള്ളിയുടെ നാവ് ചിലപ്പോൾ നമുക്ക് തന്നെ ഇതായിട്ട് തോന്നുന്നു. കൂടെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കുറിച്ച് വീഡിയോ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ.